കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്ട്രെസ്, സ്ട്രഗിൾ, ഹാർഡ്ഷിപ്പ്, ഡിസപ്പോയിൻമെൻറ്റ് തുടങ്ങിയ എല്ലാ വാക്കുകൾക്കും ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ട്രോമ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ചെറിയ ഇൻകൺവീനിയൻസ് ഉണ്ടാകുമ്പോൾ പോലും വളരെ കാഷ്വൽ ആയിട്ടാണ് നമ്മൾ ഈ വാക്ക് ഇപ്പോൾ യൂസ് ചെയ്യാറ്. ബട്ട് വാട്ട് എക്സാക്ട്ലി ഈസ് ട്രോമ? ഇൻറ്റൻസ്ലി ഡിസ്ട്രെസ്സിങ്ങോ ലൈഫ് ത്രെട്ടനിങ്ങോ ആയിട്ടുള്ള ഒരു ഈവൻറ്റ് ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഡീപ്പ് സൈക്കോളജിക്കൽ വൂണ്ടാണ് ട്രോമ എന്ന് പറയുന്നത്. ഈ ഈവൻറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും വയലൻസ്, ടെറർ, അബ്യൂസ്, ലൂസിങ് സംവൺ, ആക്സിഡൻറ്റ്സ്, ലൂസിങ് ഹോം എന്നുള്ള തരത്തിലുള്ള ഡീപ്ലി പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയേക്കാം. This could be single or multiple events. This could also mean that it affects the way they think, they feel, how they see the world, how they experience relationships. So ഇത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് കാഷ്വലായി യൂസ് ചെയ്യുന്നത്. This could trivialize the struggles of people who are actually suffering. So let's use the word responsibly. Trauma is not about having a bad day. It's about the painful experiences that reshapes the brain and body to respond to the world. Next time, let's use the word trauma responsibly and respect the pain behind it. ഓർക്കുക, ശരിയായ അറിവാണ് ഹീലിംഗിന് സഹായിക്കുന്നത്.